അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാരുതി 800-ൻ്റെ എൻജിൻ അയച്ച് നമ്മൾ താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഓയിൽ ലീക്ക് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻജിനിൽ നിന്ന് ഒരുപാട് ഓയിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടിയിൽ എൻജിൻ ഇരുന്നപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻജിൻ മുഴുവത്തോടെ എടുത്ത് താഴോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മളത് എവിടെ നിന്നാണ് എന്നൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ വേണ്ട റെമഡീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ അഴിച്ചിട്ടുള്ള നമ്മുടെ കാറിൻ്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ എൻജിൻ ഹുഡിനടിയിലുള്ള അവസ്ഥ. ഇതാണ് പ്രധാനമായിട്ട് ലീക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ക്രാങ്കിൻ്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഈ ക്രാങ്കിൻ്റെ ഫ്രണ്ട് എൻഡ് ഓയിൽ സീൽ ലീക്ക് ആയിരുന്നുകൊണ്ടാണ് ആ ഓയിൽ ഇവിടെ നിന്നും ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. ഇനി രണ്ടാമത് ലീക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്യൂവൽ പമ്പിൻ്റെ ഈ ഒരു ബെഡാണ്. ഈ ഫ്യൂവൽ പമ്പ് ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ നമ്മുടെ ഗ്യാസ്കറ്റ് അല്ലെങ്കിൽ പാക്കിങ്ങിന് ഇടവഴിയാണ് രണ്ടാമത് ലീക്ക് ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത് അത്യാവശ്യം നല്ല ലീക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓയിൽ സ്വിച്ചാണ്. ഈ ഓയിൽ സ്വിച്ചിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ടിന് ഇടവഴി നേരിയ തോതിലുള്ള ലീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 3 സ്ഥാനത്ത് നിന്ന് ലീക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ എൻജിനിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു ലീക്ക് ഉണ്ടായി അതിൻ്റെ ഓയിൽ ലെവൽ കുറയാൻ കാരണമായത്. അങ്ങനെ നമ്മൾ ജെന്യുവിൻ ഓയിൽ സീൽ ഒരെണ്ണം നമ്മുടെ ക്രാങ്കിൻ്റെ ഫ്രണ്ട് എൻഡിൽ വാങ്ങി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ പമ്പിൻ്റെ പാക്കിങ് സാധനങ്ങളെല്ലാം മാറി നമ്മൾ അതേപോലെ തന്നെ ബോണ്ടൊക്കെ ഇട്ട് നല്ല ക്ലീനായിട്ട് റീഫിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓയിൽ സ്വിച്ചിൽ നിന്നുള്ള ലീക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ സ്വിച്ച് ഒരെണ്ണം പുതിയത് മേടിച്ച് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം നമ്മുടെ ഓയിൽ സമ്പിൻ്റെ ഈ ഒരു ഗ്യാസ്കറ്റാണ്. അത് നമ്മൾ അതിന് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ കൂടി നമ്മളത് എൻജിൻ അഴിച്ച് താഴെ ഇറക്കിയ സ്ഥിതിക്ക് നമ്മൾ ഈ ഓയിൽ സമ്പിൻ്റെ ഗ്യാസ്കറ്റും കൂടെ മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻജിൻ എടുത്ത് നമ്മൾ തിരിച്ച് ഈ ഒരു എൻജിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ഫിക്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു ഗ്യാസ്കറ്റ് ലീക്കാവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ക്രോസ് മെമ്പർ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എൻജിൻ താഴെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്തു, അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വാഹനം ഏതുമായിക്കൊള്ളട്ടെ, എൻജിൻ ഏതുമായിക്കൊള്ളട്ടെ, ഡീസൽ എൻജിനോ പെട്രോൾ എൻജിനോ അങ്ങനെ ഏത് എൻജിനും ആയിക്കൊള്ളട്ടെ, അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ചെറിയ ഗ്യാസ്കറ്റ് ലീക്കുകൾ, ഓയിൽ സീൽ ലീക്കുകൾ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാലപ്പഴക്കങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ചെറിയ തോതിലുള്ള നമ്മൾ പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ചെറുതായി ലീക്ക് തുടങ്ങി അത് കുറേശ്ശെ എൻജിനിൽ നിന്ന് ഓയിൽ നഷ്ടമായാൽ അങ്ങനെ എൻജിനിൽ ഓയിൽ ഇല്ലാതെ വരികയും ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം വാർണിംഗ് ലൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ അത് പിടിച്ച് നിന്ന് പോകാനും അത് വലിയ സീരിയസ് ഡാമേജിലേക്കും നമ്മുടെ ന്യായമായ സാമ്പത്തിക അവസ്ഥ തകർക്കാനും ഒക്കെ കാരണമാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻജിൻ്റെ ഒരു ഓയിൽ സീലിന് കൂടി വന്നാൽ ഒരു 60 രൂപ 70 രൂപ അല്ലെങ്കിൽ 100 രൂപ ഒക്കെ ആവാം നമുക്ക് ആവുന്നത്. പക്ഷേ ഒരു എൻജിൻ പിടിച്ച് നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല, 1000-ങ്ങളും 10,000-ങ്ങളും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ എൻജിൻ ഹുഡ് തുറന്ന് എൻജിനിൽ നിന്ന് ഓയിലോ ലീക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.